പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഈ വചനത്തിലൂടെ യേശു വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ വചനം വായിക്കുവാനായിട്ടും ധ്യാനിക്കുവാനായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടും തന്നെ. കാരണം വചനം വായിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ടുള്ള ഉൾപ്രേരണ ഉണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. അങ്ങനെ ഒരു ഹൃദയം നമ്മൾക്ക് ഒരുക്കിയെടുക്കാം. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് ആ ദൈവത്തെ മറ്റുള്ളവരിൽ കണ്ട് അവരെയും സ്നേഹിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപകൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.